പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 5-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മോട് ചോദിക്കുകയാണ്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വെറുതെ പറയുന്നതാണോ എന്ന് നമ്മോട് ചോദിക്കുകയാണ്. ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. അത് ദൈവത്തിനുള്ളതാണ്. അതിനാലാണ് നമ്മുടെ ആത്മാവിനെ അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന് പറയുന്നത്. നാം നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ച് കളയരുത്. നാം പലപ്പോഴും നമ്മുടെ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ ലോക ജീവിതത്തിൽ മാത്രം താല്പര്യം വെച്ചുകൊണ്ട് ആത്മാവിൻ്റെ പ്രേരണയനുസരിക്കാതെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മാവിൻ്റെ നാശം സംഭവിക്കുവാനും സാധ്യത ഏറെയാണ്. ഗലാത്തി 5-ാം അധ്യായം 16-17 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജഡമോഹങ്ങളെ തൃപ്തിക്കൊണ്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ആത്മനാശം സംഭവിക്കും എന്ന് ഉറപ്പാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും അത്രേ എന്ന്. നാം ഓരോരുത്തരും നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. റോമ 8:32 തിരുവചനം പറയുന്നു, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അവർണ്ണനീയമാണ്. നാം ഓരോരുത്തരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം നമ്മെ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിച്ചു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 തിരുവചനം പറയുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യേശു സ്വന്തം ജീവൻ നമുക്കായി ബലിയർപ്പിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം പ്രകടമാക്കി. യേശു നമുക്കായി ജീവൻ ബലിയർപ്പിക്കുക മാത്രമല്ല ചെയ്തത്, യേശു തൻ്റെ ശരീരവും രക്തവും നമുക്ക് ആത്മീയ ഭോജനമായി നൽകി. നമ്മോടൊപ്പമായിരിക്കാൻ അപ്പമായി മാറി യേശു തിരുവോസ്തിയിൽ സജീവനായി ഇന്നും വാഴുന്നുണ്ട്. യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യേശു നമ്മിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നിത്യസഹായകനായി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. റോമ 5:5 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള മനുഷ്യ ഹൃദയത്തിൻ്റെ ദാഹം ശമിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനങ്ങൾ നാം ആഴത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നാം പലപ്പോഴും ആകുലരും ദുഃഖിതരും ഉത്കണ്ഠാകുലരുമായി മാറുന്നത്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവത്തിന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിയാം. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവത്തിന് എല്ലാം സാധിച്ചു തരുവാനും കഴിയും.
നാം ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയുമാണ് അന്വേഷിക്കേണ്ടത്. എന്നാൽ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിച്ച് നമ്മുടെ ആത്മാക്കളെ നിത്യജീവൻ പ്രാപിക്കാനായി ഒരുക്കിയെടുക്കുകയാണ് ഈ ലോക ജീവിതത്തിലൂടെ നാം ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.